ഇന്നത്തെ വചനചിന്ത, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം വിടുവിക്കും. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ ഭക്തനായ യോസേഫിന് ദൈവം കൈമാറിയ സ്വപ്നത്തെ തടുക്കുവാനോ നശിപ്പിക്കുവാനോ സഹോദരങ്ങൾ തിരഞ്ഞെടുത്ത പൊട്ടക്കിണറിനോ, ഭക്തനായ യോസഫ് കടന്നുപോയ അടിമച്ചന്തയ്ക്കോ പോത്തിഫറിന്റെ ഭവനത്തിനോ കാരാഗൃഹത്തിനോ യാതൊന്നിനും കഴിഞ്ഞില്ല. തൻ്റെ സഹോദരങ്ങളും പോത്തിഫറിന്റെ ഭാര്യയും യോസേഫിൻ്റെ വസ്ത്രത്തെ മാത്രമേ അപഹരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ദൈവം കൈമാറിയ സ്വപ്നത്തെ, ദർശനത്തെ, വാഗ്ദത്തത്തെ പിടിച്ചെടുക്കുവാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. യോസേഫിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു. അവൻ കൃതാർത്ഥനായി. തക്ക സമയത്ത് യോസേഫിന് കൈമാറിയ വാഗ്ദത്തത്തെ ദൈവം പൂർത്തീകരിച്ചുവെങ്കിൽ യോസേഫിന് പറവാനൊരു സന്ദേശമുണ്ട്. ദൈവത്തോട് കൂടെ നടന്നാൽ, വിശ്വസ്തയോടുകൂടെ ആയിരുന്നാൽ, ദൈവം നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ മുന്നിൽ എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും, സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമാണെങ്കിൽ പോലും, വാഗ്ദത്തം ചെയ്ത ദൈവം, സ്വപ്നം കൈമാറിയ ദൈവം തക്ക സമയം ദർശനം പൂർത്തീകരിക്കും. നെബൂഖദ്നേസർ രാജാവും മറ്റുള്ളവരും ശദ്രക്കും മേശക്കും അഭയദ്രഹവും തീച്ചൂളയിൽ കൊണ്ട് ഇടുമ്പോൾ എല്ലാവരും എബ്രായ ബാലന്മാർ അവസാനിക്കുമെന്നവർ കരുതിയപ്പോൾ, അവസാനിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് തങ്ങൾ ആശ്രയിച്ച ദൈവം ഇറങ്ങി വന്ന് എബ്രായ ബാലന്മാരെ വിടുവിച്ചുവെങ്കിൽ അവരെ കൊണ്ടു തന്നെ തിരിച്ചു പറയിപ്പിക്കുകയും അവരെ കൊണ്ട് തന്നെ നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്തതുപോലെ, താങ്കളുടെ ജീവിതം അവസാനിക്കുമെന്ന് പറഞ്ഞവരെ കൊണ്ട് ആരംഭങ്ങളെ കുറിപ്പിച്ച് ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുന്ന ദൈവം കൂടെയുണ്ടെന്ന് താങ്കൾ സാക്ഷ്യം പറയുവാനിടയാകും. എലിയാസർ പ്രാർത്ഥിച്ചു, ഇന്ന് കൃപ ചെയ്ത് അടിയൻ്റെ കാര്യം സാധിപ്പിച്ച് തരണമേ. അതുപോലെ ദൈവം എലിയാസർ പ്രാർത്ഥിച്ചു പോയ കാര്യത്തെ സാധിപ്പിച്ചുവെങ്കിൽ, നെഹമ്യാവ്, കർത്താവെ, നിൻ്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ നാമത്തെ ഭയപ്പെടുന്ന, താല്പര്യപ്പെടുന്ന നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയായിരിക്കണമേ. ഇത് അടിയൻ്റെ കാര്യം സാധിപ്പിച്ചു തരണമേ എന്ന പ്രാർത്ഥന, മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കണമേ എന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്കൊക്കെയും മറുപടി കൊടുത്തുവെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ നാളെയല്ല ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ, ദയയാൽ കാര്യം സാധിപ്പിച്ചു തരും. ഇന്ന് കാര്യം സാധിപ്പിച്ചു തരണമേ എന്ന പ്രാർത്ഥനയിൽ എലിയാസറിനും നെഹമ്യാവിനും ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയെങ്കിൽ, അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതുപോലെ ഇന്നും താങ്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ഇന്ന് ദൈവം താങ്കളുടെ കാര്യം സാധിപ്പിച്ചു തരും. വിശ്വസിക്കുക. കർത്താവിനോട് ശിമോൻ, നാഥ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. ദൈവത്തിൻ്റെ വാക്കിന് സാഹചര്യം നോക്കാതെ പരാജയപ്പെട്ടിരിക്കുന്ന സ്ഥലത്തും പ്രവർത്തിച്ചപ്പോൾ അതേ ദൈവത്തിൻ്റെ കരുതൽ ലഭിച്ചുവെങ്കിൽ, മുൻപുള്ളവയെക്കുറിച്ച് ഓർക്കേണ്ട, പണ്ടുള്ളവയെക്കുറിച്ച് നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളതറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. വഴിയൊരുക്കേണ്ട കാറ്റും തിരമാലയും പ്രതികൂലമായി എഴുന്നേറ്റാലും, പടകിൻ്റെ അമരത്ത് യേശു ഉണ്ടെങ്കിൽ അതേ പ്രതികൂലമായി നിന്ന കാറ്റും തിരമാലയും തന്നെ മുന്നോട്ട് വഴിയൊരുക്കുവാനിടയാകും. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ എത്ര വലിയ പ്രതികൂലമാണെങ്കിലും പ്രതികൂലമാകുന്ന കാറ്റ് ശാന്തമാക്കും. കാറ്റ് ശാന്തമാകുമ്പോൾ കടല് അമരുവാനിടയാകും. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടെ കർത്താവിനെ ആശ്രയിക്കുക. കർത്താവിനെ ആശ്രയിച്ച ഒരുവനും ലജ്ജിതനായി പോയിട്ടില്ല. ഭക്തനായ യോസഫ് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ ഇരുന്നതുകൊണ്ട്, ദൈവത്തെ നോക്കിയതുകൊണ്ട് ഭക്തനായ യോസഫിന് ദൈവം അനുപ്പാനിടയായി. നെഹമ്യാവ് ദൈവമുഖത്ത് നോക്കിയതുകൊണ്ട് നെഹമ്യാവിനോട് കൂടെ ദൈവം ഇരുപ്പാനിടയായി. പത്രോസ് യേശുവിൽ ആശ്രയിച്ചതുകൊണ്ട് അനേകം അത്ഭുത പ്രവൃത്തികൾ പത്രോസിലൂടെ ദൈവം ചെയ്യുവാനിടയായി. ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേർ സ്നാനപ്പെട്ടുവെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കൊന്നുമല്ല. നാം ബലഹീനമായിരിക്കുമ്പോഴും നമുക്കൊരു യോഗ്യതയില്ല എങ്കിലും ദൈവം തൻ്റെ കൃപ നമ്മുടെ മേൽ പകർന്ന് ബലഹീനതയിൽ കവിഞ്ഞൊഴുകുന്ന ദൈവശക്തിയാൽ നിറച്ച് നമ്മെ മൂർച്ചയുടെ ആയുധമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. ആകയാൽ സകല മഹത്വവും ദൈവത്തിന് നൽകി, ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർ കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. God bless you. Amen.